ഹലോ, എല്ലാവർക്കും ഇറ്റ്സ് മീ ദിബി എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? നമുക്കിവിടെ കുറേശ്ശൊക്കെ വെയിൽ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ വെയിൽ കാണുമ്പോൾ തന്നെ കണ്ണിനൊരു കുളിർമയാണ്. മഴയും വെള്ളമൊക്കെ ആയാൽ ഞാൻ പറഞ്ഞില്ലേ, എത്ര വെയിൽ വേണമെങ്കിലും നമ്മൾ സഹിക്കും, ഒരു മഴ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളുടെ പ്രാവിൻ കൂടിൻ്റെ അടുത്തൊക്കെ കറങ്ങിയ ആശാനാണ് കേട്ടോ. അവശനായിട്ട് ഇങ്ങനെ ഇരിക്കുക. പ്രാവിനെ പിടിക്കാൻ വന്നു തന്നെ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ അതും ഓടിക്കളഞ്ഞു കേട്ടോ. അത് കാണാതെ ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ എനിക്കിന്ന് പച്ചരി അരച്ച് വെക്കാനുണ്ട് കേട്ടോ. അപ്പം നാളത്തേക്ക് ഞാൻ അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പം തലേ ദിവസം വൈകിട്ട് ഞാനിത് അരച്ച് സെറ്റാക്കി വെക്കും, എങ്കിലേ നമുക്ക് നല്ലതുപോലെ പുളിച്ചക്ക കിട്ടത്തുള്ളൂ. അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുക. അപ്പോൾ പച്ചരി ഒരു 3-4 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച പച്ചരി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ജാറ് നിറച്ചങ്ങ് ഒറ്റ ട്രിപ്പിലിട്ടങ്ങ് അടിക്കുക. എനിക്ക് 2-3 വട്ടം ഇട്ടൊന്നും അടിക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് അത് ഫുൾ ഫില്ലാവുന്നത് വരെ ഫുള്ളായിട്ടങ്ങ് ഇടും. അതിനു വേണ്ടി ഒരു 1/2 കിലോ, 1 കിലോ എന്തായാലും തികച്ച് കാണത്തില്ല, 1/2 കിലോ അരിയാണ് ഞാൻ എടുത്തത്. കുതിർന്ന് വരുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഒന്ന് വീർക്കുമല്ലോ അരി. അപ്പം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ നമ്മൾ ഉള്ള ചോറുണ്ടല്ലോ, ചോറും എൻ്റെ ഒരു കൈയളവാണ്, ഞാൻ ഇപ്പോൾ ഈ കൈയളവ് എടുക്കുന്നില്ല, അതിനൊരു 2 കൈയളവ് ചോറ് ഈ ജാറിൽ തന്നെ ഇട്ട് ഞാൻ അരച്ചെടുക്കും കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ചുമന്ന കളർ അരിയുടെ ചോറാണ് വെച്ചത്. അപ്പം ഏത് അരിയായാലും പ്രശ്നമൊന്നുമില്ല, ഏത് ചോറായാലും വിഷയമൊന്നുമില്ല. അപ്പം ഒരുപാട് ചോറാവരുത്. ഞാനിപ്പോൾ ഒരു 2 കൈയളവോളം അതങ്ങോട്ട് ഇടുക. 2-3 കരണ്ടി എടുക്കുക. നമ്മുടെ വീട്ടിലെ ആളനുസരിച്ച്, അരിയുടെ അളവനുസരിച്ചാണ് ചോറിൻ്റെത് കൂടെ ഒരു കാൽക്കുലേഷൻ. എനിക്ക് എങ്ങനെ അത് പറഞ്ഞു തരേണ്ടത് എനിക്കറിയത്തില്ല. അത് നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം തേങ്ങയും കൂടെ, അരമുറി തേങ്ങ, ഒരു തേങ്ങയുടെ പകുതി അതെടുത്ത് അതും നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് വെച്ചിട്ട് സോഡാപ്പൊടിയോ, ഞാനപ്പോൾ ഇതാ ഈസ്റ്റാണ് ഞാനിട്ടത് കേട്ടോ. ഈസ്റ്റ് ഇതോടെ ഇട്ട് കഴിഞ്ഞാൽ ഈസ്റ്റ് നല്ലപോലെ കലങ്ങത്തില്ല. അപ്പം ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് നേർപ്പിച്ച് കലക്കി അങ്ങ് ഒഴിക്കും. അപ്പോൾ അങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്ക് അത് എല്ലാ വശത്തും സ്പ്രെഡ് ആവുകയും ചെയ്യും. നമ്മളിത് ആ മാവിനകത്തോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ കലക്കി കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങും ഇങ്ങൊക്കെ പറ്റി നല്ലതുപോലെ പുളിച്ച് പൊങ്ങത്തില്ല. അപ്പോൾ ഞാൻ ഇതുപോലൊന്ന് ഇച്ചിരി വെള്ളം ഒന്ന് ഒഴിച്ച് കലക്കി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോൾ നല്ല കറക്റ്റായിട്ട് മാവ് പുളിച്ച് പൊങ്ങുകയും ചെയ്യും. നല്ലപോലെ നമുക്ക് അപ്പം ചുട്ടെടുക്കാനും പറ്റും കേട്ടോ. അപ്പം പിറ്റേ ദിവസം രാവിലെയാണേ. അപ്പം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് അപ്പം ചൂടുവാണ്. അപ്പം ഞാൻ അപ്പച്ചട്ടിക്കകത്തും അപ്പം ചൂടും, ദോശക്കല്ലിനകത്തും അങ്ങ് ചൂടും. കാര്യം എന്ന് വെച്ചാൽ രാവിലെ പിള്ളേർക്ക് പോകുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് പണി തീരത്തില്ല. അപ്പോൾ 2 ഇതിനകത്തുകൂടെ ആകുമ്പോൾ പടപടയെന്ന് പറഞ്ഞ് എൻ്റെ കാര്യങ്ങൾ ഒതുങ്ങും. അല്ലെങ്കിൽ പിന്നെ ബാഗ് എടുത്ത് വെക്കും, യൂണിഫോം എല്ലാത്തിനും പിള്ളേരുടെ പുറകെ ഓടി നടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് ചെയ്യും. അപ്പോൾ രാവിലെ ഞാൻ വിളക്ക് കത്തിക്കും കേട്ടോ. രാവിലത്തെ ഫുഡെല്ലാം ഉണ്ടാക്കിയതിന് ശേഷമാണ് വിളക്ക് കത്തിക്കുക. അപ്പം നക്ഷത്രയ്ക്ക് ഇത് സ്നാക്കായിട്ട് കൊണ്ടുപോവുകയാണ്, ബ്രെഡും മുട്ടയും കൂടെ ടോസ്റ്റ് ആക്കിയത് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഒരുവിധപ്പെട്ട പണികളെല്ലാം കഴിഞ്ഞു. പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല, എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ലെങ്ത് ആയിപ്പോവും കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഞാനും ഏട്ടനും കൂടെ നമ്മളുടെ വീട്ടിൻ്റെ അടുത്തൊരു കടലിൻ്റെ അടുത്തോട്ട് പോയി കേട്ടോ. അതായത് കൊല്ലം മുട്ട എന്നൊക്കെയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീണ്ടകര ഹാർബറിൻ്റെ അടുത്തുള്ള ഒരു മുട്ടിൻ്റെ അടുത്ത്. പക്ഷേ അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. നിങ്ങൾ ഈ എന്തുവാണെങ്കിലും ഒരു ബ്രെഡ് ഇങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ ഇങ്ങനെ യൂട്യൂബിനകത്ത് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. പക്ഷേ ഫ്ലോപ്പായിപ്പോയി. എന്നിട്ട് ഞാൻ തിരിച്ചൊക്കെ ഇട്ട് ചായയൊക്കെ കുടിച്ച് മോക്ക് രാവിലെ സ്നാക്ക് കൊടുത്തു വിടുന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വൈകുന്നേരം ആയപ്പം അങ്ങോട്ടൊന്ന് പോയിട്ടോ. വ്യൂ എന്ന് പറഞ്ഞാൽ പോലെ സൂപ്പർ വ്യൂ ആണ് കേട്ടോ. ഞങ്ങൾ അവിടെ ചെല്ലാൻ നേരത്ത് അപ്പോൾ ഏട്ടൻ്റെ പരിചയക്കാരൊക്കെ അവിടെ ഇരുന്ന് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. ഒരുപാട് ആൾക്കാർ വന്ന് കല്ലിൻ്റെ പുറത്ത്, ആ മുട്ടിൻ്റെ പുറത്തൊക്കെ കയറി ഇരുന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹാർബർ അടച്ചിടക്ക് കൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവരുടെ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല. സ്ഥലം അടിപൊളി വൈബാണ് കേട്ടോ. പെട്ടെന്ന് മഴയും വന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.